അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് വന്ന ചന്ദ്രികയിൽ ഒക്ടോബർ 7 വെള്ളിയാഴ്ച വന്ന ചന്ദ്രികയിൽ പാഠമുദ്ര പേജിൽ വന്നിട്ടുള്ള നമുക്ക് അറിവിലേക്ക് പഠിക്കാൻ വേണ്ട ഒരു വിഷയം, ജ്ഞാനപീഠമേറിയ കേരളീയർ എന്ന തലക്കെട്ടിൽ ജ്ഞാനപീഠം ലഭിച്ചവരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഓർമ്മപ്പെടുത്തൽ നന്നായിരിക്കും എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ജ്ഞാനപീഠമേറിയ കേരളീയർ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനം ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു. അധ്യാപകൻ, പ്രഭാഷകൻ, കവി, ഗദ്യകാരൻ, വിവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1955 എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് വിരമിച്ചു. 1968 രാജ്യസഭാ അംഗമായി. ഓടക്കുഴൽ എന്ന കൃതി 1965 ജ്ഞാനപീഠം പുരസ്കാരം നേടി. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചു. സാഹിത്യ വിശ്വദർശനം, ഓർമ്മകളുടെ ഓളങ്ങളിൽ, ഗീതാഞ്ജലി, വിവർത്തനം, ഇളം ചുണ്ടുകൾ, സാഹിത്യ പരിചയം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1978 ഫെബ്രുവരി 2 അന്തരിച്ചു. അടുത്തത് എസ് കെ പൊറ്റക്കാടൻ. സഞ്ചാര സാഹിത്യകാരനായ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്, എസ് കെ പൊറ്റക്കാട് എന്നറിയപ്പെടുന്നു. 1913 മാർച്ച് 14 കോഴിക്കോടിനടുത്ത് പൊറ്റക്കാട്ട് വീട്ടിൽ ജനിച്ചു. ഒരു തെരുവിൻ്റെ കഥക്കു കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠം പുരസ്കാരവും ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഡിലീറ്റ് ബിരുദം നൽകി ആദരിച്ചു. 1982 ഓഗസ്റ്റ് 6 അന്തരിച്ചു. അടുത്തത് തകഴി ശിവശങ്കരപ്പിള്ള. കഥാകൃത്ത്, നോവലിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തകഴി ശിവശങ്കരപ്പിള്ള 1912 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. തൊട്ടിയുടെ മകൻ, ചെമ്മീൻ, കയറ്, ഏണിപ്പടികൾ തുടങ്ങിയ നോവലുകൾ പ്രശസ്തമാണ്. പത്മഭൂഷൺ, ജ്ഞാനപീഠം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ് തുടങ്ങിയ അനേകം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1999 അന്തരിച്ചു. അടുത്തത് എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ 1933 ജൂലൈ 15 കൂടല്ലൂരിൽ ജനിച്ചു. അച്ഛൻ ടി നാരായണൻ നായർ, അമ്മ അമ്മാളു അമ്മ. 1954 ലോക മലയാള കഥാമത്സരത്തിൽ 1ാം സമ്മാനം നേടിയതോടുകൂടിയാണ് സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാവുന്നത്. 4 കെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. സാഹിത്യത്തിന് ജ്ഞാനപീഠം അവാർഡ്, വയലാർ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ അനേകം ബഹുമതികൾ ലഭിച്ചു. സാഹിത്യ രംഗത്ത് എന്ന പോലെ സിനിമാ രംഗത്തും സജീവമായി പ്രവർത്തിച്ചു. തിരക്കഥ രചനയും സംവിധാനത്തിനും പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ONV കുറുപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. അച്ഛൻ ON കൃഷ്ണക്കുറുപ്പ്, അമ്മ കെ ലക്ഷ്മിക്കുട്ടിയമ്മ. 25 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകൻ, കോഴിക്കോട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും 1 വർഷം കാലിക്കറ്റ് സർവകലാശാലയിലും വിസിറ്റിംഗ് പ്രൊഫസർ. ONVയുടെ ആദ്യകാല കവിതകൾ വിസിറ്റിംഗ് പ്രൊഫസറായി. ONVയുടെ ആദ്യകാല കവിതകൾ മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, വളപ്പൊട്ടുകൾ, നീലക്കണ്ണുകൾ, മരുഭൂമി,
ഒരു ദേവതയും 2 ചക്രവർത്തിമാരും, ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം, മൃഗയ, തോന്നിയക്ഷരങ്ങൾ, അപരാഹ്നം, വെറുതെ, ഉജ്ജയിനി, സ്വയംവരം, കവിതയിലെ പ്രതിസന്ധികൾ, ആശാൻ സ്മാരക പ്രഭാഷണങ്ങൾ, കേരള സർവകലാശാല, കവിതയിലെ സമാന്തര രേഖകൾ, എഴുത്തച്ഛൻ, ഒരു പഠനം എന്നിവയാണ് മുഖ്യ കൃതികൾ. അടുത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിലാണ് അച്യുതൻ നമ്പൂതിരി ജനിച്ചത്. വെളിച്ചം ദുഃഖമാണുണ്ണി, താമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികളിലൂടെ പ്രശസ്തനായ അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം അവാർഡിന് പുറമെ എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, മനസ്സാക്ഷിയുടെ പൂക്കൾ, നിമിഷ ക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുല മുന്തിരിങ്ങ തുടങ്ങിയ കൃതികളിലൂടെ മലയാളത്തിന് സുപരിചിതനായ അദ്ദേഹം 2020 ഒക്ടോബർ 15 അന്തരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ആളുകൾ, പ്രിയപ്പെട്ടവർ, ജ്ഞാനപീഠമേറിയ കേരളീയർ ആണ് എന്നുള്ളതിൻ്റെ ഒരു ലേഖനമാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം. ആ വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് ജ്ഞാനപീഠം പുരസ്കാരം. ഞാൻ ആ ഫോട്ടോ ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. ആ പുരസ്കാരം ലഭിക്കുന്ന ഇതാണ് ആ പുരസ്കാരം ലഭിക്കുന്ന ശില്പം. ഈ ആളുകൾക്കൊക്കെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ ഒരു വിഷയമായി ഞാൻ കണക്കാക്കുകയാണ്. നമ്മൾക്ക് മുമ്പിലൂടെ കടന്നുപോയ ഇതുപോലുള്ള ഇതിഹാസ പുരുഷന്മാർ ഒക്കെയാണ് നമ്മുടെ കേരളത്തിന് മാതൃകയായിട്ടുള്ളത് എന്ന് കൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള സുപ്രധാന വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസലാമ.